ഫ്ലവേഴ്സിൻ്റെ പിൻബലത്തോടെയാണ് നമ്മൾ ഈ ജ്യോതിർഗമയെ ആരംഭിക്കുന്നത്. ആഷ്മി വിജയകുമാർ, നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ കോട്ടണൽ സ്കൂളിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഉദ്ഘാടനം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവിടെ പോയി നാളിൽ ചോദിക്കുന്നുണ്ടാവും. കാര്യം ഒരു ഞായറാഴ്ചയൊക്കെ വെച്ച് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ നമ്മൾ വർക്കിംഗ് ആയിട്ടുള്ള അധ്യയന ദിവസം തന്നെ തിരഞ്ഞെടുത്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, ഇതിലും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ നമ്മൾ കണ്ടു അല്ലേ നമ്മുടെ യാത്രക്കിടയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂള് തിരുവനന്തപുരത്തെ വഴുതക്കാട്ടുള്ള കോട്ടണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു ഉദ്ഘാടകൻ. രാഗതന്ത്രി മീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മെ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഗുഡ് മോർണിംഗ്, നമസ്കാരം, സ്വാഗതം എല്ലാവർക്കും ഈ ചടങ്ങിലേക്ക്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളിന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വിപത്തിനെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് ആ വിപത്തിനെ മറികടക്കാൻ, അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി അണിചേരുന്നതിന് വേണ്ടിയാണ്. 24-ൻ്റെ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ 4 പതിറ്റാണ്ട് നീണ്ട മാധ്യമ ജീവിതത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ സഞ്ചരിച്ച് കേരളത്തിൽ വിദ്യാർത്ഥികൾ, കുട്ടികൾ, യുവാക്കൾ, യുവതികളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാനും അവർ ലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ ഒരു വലിയ ഗൗരവമുള്ള സാഹചര്യം മനസ്സിലാക്കി എങ്ങനെയാണ് അതിനെ മറികടക്കുക എന്ന് നേരിട്ട് കണ്ട് ആ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയുമായിരുന്നു ആ വലിയ യാത്രയുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായി വളരെ നടുക്കുന്ന ഒരുപാട് വിവരങ്ങൾ നേരിട്ടറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആ യാത്ര കൊണ്ട് സാധിച്ചു. അതിന് ഒരു തുടർച്ചയുണ്ടാകണം. കാരണം കേരളത്തിൽ ഏറ്റവും അധികം മയക്കുമരുന്നിൻ്റെ വലയിൽ വീണു പോകുന്നത്, അതേ ലഹരിയിൽ അടിമപ്പെട്ടു പോകുന്നത് ചെറിയ കുട്ടികളാണ്, കൂട്ടുകാരാണ് എന്ന ഒരു തിരിച്ചറിവ് ആ യാത്രയിൽ ഞങ്ങൾക്കുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് വേണം ഈ ബോധവൽക്കരണം ആരംഭിക്കാൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് SKN40-യുടെ 2ാം ഘട്ടം ജ്യോതിർഗമയ എന്ന പേരിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്ന് തുടങ്ങാം, വിദ്യാർത്ഥികളിൽ നിന്നാകട്ടെ ഈ മാറ്റം ഉണ്ടാകേണ്ടത് എന്ന് ഞങ്ങൾ കരുതിയത്. ആ 2ാം ഘട്ടത്തിൻ്റെ ജ്യോതിർഗമയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിൻ്റെ സമയമാണിത്. വിശിഷ്ടാതിഥികളൊക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. നമുക്ക് ഔപചാരികമായ ചടങ്ങുകളിലേക്ക് കടക്കാം. സ്വാഗത പ്രസംഗത്തിനായി ഞാൻ 24 ചീഫ് എഡിറ്റർ ശ്രീ ആർ ശ്രീകണ്ഠൻ നായരെ ക്ഷണിക്കുകയാണ്. പരിപാടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം കരുത്തോടെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. സ്വാഗതം. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇനി നമ്മുടെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് MP രാജേഷ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം. എപ്പോഴും കേരളത്തിൽ നാട്ടുകാരുടെ തെറി കേൾക്കുന്ന ഒരു വകുപ്പാണ് ഈ എക്സൈസ് എന്ന് പറയുന്നത്. എക്സൈസും പോലീസും പോസ്റ്റ് ഓഫീസും ഒക്കെ ആണല്ലോ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്ന വകുപ്പുകൾ. അപ്പോൾ ഈ എക്സൈസും പോലീസും, അപ്പോൾ അതിൽ എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ് MP രാജേഷ്. അതുപോലെ MP രാജേഷിന് മുന്നിൽ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്
ഈ ആഭ്യന്തര വകുപ്പ് പോലെ തന്നെ ഈ നമ്മുടെ ആളുകളെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുക വലിയൊരു ശ്രമഫലമായിട്ട് മാത്രമേ ഇത് നടത്താൻ കഴിയൂ. എം പി രാജേഷിൻ്റെ വളരെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ എക്സൈസ് വകുപ്പ് അവർക്ക് ഒരുപാട് പരാധീനതകളും പരിഭവങ്ങളൊക്കെ അവർ പറയുന്നു, സ്റ്റാഫില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പോലും അവർ വളരെ കാര്യക്ഷമതയോടെ ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നു. യഥാവിധം അവരെ നല്ല വഴിയിലൂടെ പിടിച്ചു നടത്താൻ എക്സൈസ് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിനും എൻ്റെ സ്വാഗതം. 24-ന് വേണ്ടി എല്ലാ സ്റ്റാഫിനും വേണ്ടി അദ്ദേഹം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഡോക്ടർ ദിവ്യ സയ്യർ, നിങ്ങൾക്കറിയാവുന്ന വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ MD ആണ്, സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ ആണ്, അപ്പോൾ കലാകാരിയാണ്. അപ്പോൾ കുട്ടികളോട് കുറേ കാര്യങ്ങൾ പറയാൻ കഴിയുന്നൊരു അമ്മ കൂടിയാണ് ഡോക്ടർ ദിവ്യ. അപ്പോൾ ദിവ്യ സയ്യരെ നമ്മളിതിൽ വിളിക്കാനുള്ള കാരണം, വിഴിഞ്ഞമൊക്കെ നമ്മുടെ അന്താരാഷ്ട്ര പ്രശസ്തി നേടുന്ന സമയത്ത് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഒരു വനിതാ MD കൂടി ഉണ്ടെന്ന് ലോകം അറിയട്ടെ. അങ്ങനെയൊക്കെ അല്ലയോ സന്തോഷം. പിന്നെ എനിക്ക് എൻ്റെ ഒരു കുടുംബാംഗം പോലെയാണ് ഡോക്ടർ ദിവ്യ. അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉള്ള ആളാണ്. അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഡോക്ടർ ദിവ്യയെ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. സ്വാഗതം. ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനെ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. സ്വാഗതം ടീച്ചർ. അതുപോലെ ഞങ്ങളുടെ എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, അദ്ദേഹം ഈ നഗരത്തിൽ ഏറ്റവും കൂടുതൽ പത്രപ്രവർത്തനം നടത്തിയ ആളാണ്. എല്ലാവർക്കും അദ്ദേഹത്തിനെ പേഴ്സണലി അറിയാം, പൊതുപ്രവർത്തകർക്കെല്ലാം. PP ജെയിംസിനെ കൂടി വേദിയിലേക്ക് വിളിക്കുന്നു. രണ്ടുപേരെ കൂടി എനിക്ക് വിളിക്കാറുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ മോഹൻ റോയ്, അദ്ദേഹം അറിയപ്പെട്ട ഒരു മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതുപോലെ ഡി അഡിക്ഷൻ സെൻ്ററിലെ മേധാവി കൂടിയായ ട്രിവാൻഡ്രം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഷീനയെ കൂടി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു. വെൽക്കം ഡോക്ടർ ഷീന, വെൽക്കം. അപ്പോൾ അവരെ കൂടി വിളിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്താനായി ശ്രീ MB രാജേഷിനെ ക്ഷണിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ ഇതൊരു പ്രസംഗം മാത്രമുള്ള ഒരു പരിപാടിയായിട്ടായിരിക്കില്ല പ്രേക്ഷകർ ഞായറാഴ്ച കാണാൻ പോകുന്നത്. അവബോധം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കലാപരിപാടികൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ ഉണ്ടാകുമെന്ന് ആമുഖത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ ശ്രീ MB രാജേഷിനെ ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മൾ ഒരു വർഷം നീളുന്ന ഇത് പ്രോജക്റ്റ് അല്ലേ, നമുക്ക് വിളക്കൊക്കെ കൊളുത്തി അത് ചെയ്യാം. ഓക്കെ. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വിളക്ക് കൊളുത്തും. അതോടൊപ്പം നമ്മുടെ അതിഥികളും മറ്റുള്ള തിരികൾ കത്തിക്കും. താങ്ക് യു. ലഹരിവിരുദ്ധ പരിപാടിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത 1/2 ഡസൻ പരിപാടികളിൽ ഞാൻ നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ സമയം എടുക്കുന്നില്ല, ആ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കുന്നില്ല. ഈ പരിപാടിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി 2ാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു ടെലിവിഷൻ ചാനൽ എന്നുള്ള നിലയിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശ്രീകണ്ഠൻ നായരെ നിങ്ങളെല്ലാവരും വാർത്ത വായിക്കുന്ന അവസരത്തിലും മോർണിംഗ് ഷോയിലൊക്കെ തന്നെ കാണുന്നതാണ് എന്നറിയാം. സാധാരണഗതിയിൽ നമുക്കിനി നേരിട്ട് കാണാനൊന്നും കിട്ടുന്ന ആളല്ല. ഇപ്പോൾ നമുക്ക് കോട്ടക്കൽ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്, നേരിട്ട് കാണാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഞാനിതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരം വഴുതക്കാട് കോട്ടക്കൽ സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൻ്റെ
ഒരു ഭാഗമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.